ജോസ് കെ മാണിയുടെ പേരിൽ ജോലി തട്ടിപ്പ്. ജോസ് കെ മാണിയുടെ ശുപാർശയിൽ സയൻസ് സിറ്റിയിൽ ജോലി വാഗ്ദാനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തട്ടിപ്പ് നടത്തിയ കുറവിലങ്ങാട് സ്വദേശി AJ ജോസഫ് പോലീസ് പിടിയിലായി. 9 ലക്ഷം രൂപയാണ് ജോസഫ് തട്ടിയെടുത്തത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഫൈനാൻസ് വിഭാഗത്തിൽ ഞാൻ ജോലിയാണെന്നും അവിടെ നിന്നും എനിക്ക് കോഴ സയൻസ് സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയെന്നും സയൻസ് സിറ്റിയിൽ ജോസ് കെ മാണിയുടെ അടുത്ത ആളാണ് ഞാനും എന്നും പറഞ്ഞാണ് എന്നോട് ഈ പൈസ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് സാറുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണി സാറുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് മോന് ജോലി വാങ്ങിച്ച് തരാം. അതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് എന്നോട് ഓഫർ ചെയ്തിരുന്നത്. അത് 9 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതിന് ശേഷം മതി 1 ലക്ഷം ആണെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ 9 ലക്ഷം രൂപയും കൊടുത്തിരുന്നു. അപ്പോൾ ജോലി കിട്ടാണ്ടായപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ വരാണ്ടായപ്പോഴത്തേക്ക് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തലപ്പറമ്പ് പോലീസാണ് വേണ്ട നടപടികൾ സ്വീകരിച്ച് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി സഹകരിച്ചു. ഇപ്പോൾ ആളിനെ റിമാൻഡിലാക്കി. പല രീതിയിലും ഞാൻ കുറവലങ്ങാട് പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് 2-3 പേരിൽ നിന്ന് പൈസ വാങ്ങിച്ച് 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ വീതം പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും പിന്നെ കുറവലങ്ങാട് സ്റ്റേഷനിൽ പരാതിയായിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടു കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ AJ ജോസഫ് നിസ്സാരക്കാരനല്ല, എന്താണ് പോലീസ് പറയുന്നത്? തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഒരു രാഷ്ട്രീയ പ്രമുഖന്റെ പേരിലാണ് ഈ ജോലി തട്ടിപ്പ് നടന്നത്. ജോസ് കെ മാണിയുടെ പേരിലാണ്. പ്രത്യേകിച്ച് കോട്ടയം രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിയുടെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് താൻ കേരള കോൺഗ്രസ്സുകാരനാണെന്നും അങ്ങനെ ജോലി വാങ്ങി തരാം, കോഴയിൽ പുതുതായി തുടങ്ങിയ സയൻസ് സിറ്റിയിൽ ജോലി വാങ്ങിത്തരാം, കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ജോലി വാങ്ങിത്തരാം എന്ന് ചൂണ്ടിക്കാട്ടി തലയോലപ്പറമ്പ് ബ്രഹ്മമംഗലം സ്വദേശിയായ പ്രസാദിൽ നിന്നും പണം വാങ്ങിയത് 2025-26 വർഷങ്ങളിലായി. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി പല തവണയായാണ് ഈ പണം വാങ്ങിയത് എന്നാണ് ഇയാളുടെ പരാതി. എന്തായാലും ഈ പരാതി വന്നതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. AJ ജോസഫ് ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ രാത്രി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്ന് തലയോലപ്പറമ്പ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിന്നും ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീടിനടുത്ത് വെച്ച് പോലീസ് പിടികൂടുന്നത്. പോലീസ് കൂടുതൽ അന്വേഷിച്ച സമയത്ത് ഇയാൾക്കെതിരെ മറ്റു പലയിടത്തും പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രത്യേകിച്ച് കുറവിലങ്ങാടും പാലയൊക്കെ പരാതികൾ വന്നിരുന്നു. പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ച പോലെ തിരുവനന്തപുരത്താണ്, സെക്രട്ടേറിയറ്റിലാണ് ജോലി, ട്രാൻസ്ഫർ ആകുന്നു. ഇവിടെ ഫലത്തിൽ ജോസ് കെ മാണിയുടെ വളരെ അടുപ്പമുള്ള ആളാണ് എന്ന കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ജോലി കിട്ടിയ ശേഷം മതി, അവസാനത്തെ ഒരു 10 ലക്ഷം രൂപയാണ് ചോദിച്ചത്, 9 ലക്ഷവും വാങ്ങി. അവസാനം 1 ലക്ഷം രൂപ ജോലി കിട്ടിയ ശേഷം, അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടിയ ശേഷം മതി എന്ന് ഇയാൾ പറയുകയായിരുന്നു. പലതവണ വാഗ്ദാനം നൽകി. ഈ ഒരു പക്ഷേ ഡേറ്റിൽ പറഞ്ഞ സമയത്തൊന്നും തന്നെ അപ്പോയിൻമെന്റ് ലെറ്ററോ അതിനുള്ള നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് വന്നതോടെയാണ് പ്രസാദിന് സംശയം തോന്നുകയും തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൃത്യമായൊരു ജോലി തട്ടിപ്പ് തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത്. പാല, കുറവിലങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ പലരിൽ നിന്നും ഇയാൾ സമാനമായ രീതിയിൽ ഈ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ കേസുകളും രജിസ്റ്റർ ചെയ്യുകയാണ്. നവമി. ശ്രീജിത്ത്, ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാള് ഈ ജോലിയുണ്ട്, സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്, വാഗ്ദാനം നൽകിയാണ് ഈ പണം തട്ടുന്നത്, ആളുകളെ പറ്റിക്കുന്നത്. ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാളൊരു ജോലി എന്തായിരുന്നു? എങ്ങനെയാണ് ഇങ്ങനെ ഒരു പറ്റിക്കലിലേക്കൊക്കെ അയാളെ കടക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ് അയാൾക്ക് കിട്ടിയത്? നവമി, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇയാൾ പ്രാദേശിക രാഷ്ട്രീയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ജോസഫ് ഗ്രൂപ്പുകാരൻ എന്ന നിലയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ പറയുന്ന പോലെ സർക്കാർ ജോലികൾ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ഉള്ള ഒരു വാക്ചാതുരി ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഈ സാധാരണക്കാരായ ആളുകളെ പലരെയും കണ്ടെത്തുകയും ജോലി വാഗ്ദാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ പ്രസാദിന്റെ കാര്യത്തിലും സമാനമാണ് ഉണ്ടായത്. 2025 മുൻപാണ് ഇങ്ങനെ ഈ കോഴ സയൻസ് സിറ്റി വന്നിട്ട് ഏതാണ്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ പുതിയ നിയമനങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാധ്യത മുൻനിർത്തിയാണ്
തലയോലപ്പറമ്പുകാരൻ തന്നെയാണ് ഈ ജോസഫ്. അതുകൊണ്ട് തന്നെ ആ സാധ്യത മുൻനിർത്തി ചില തട്ടിപ്പിന് ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ വാഗ്ദാനം നൽകുകയും പണം വാങ്ങിയെടുക്കുകയും ചെയ്തത്. എന്തായാലും പ്രസാദ് ഇയാളുടെ ഒരു വാഗ്ദാനത്തിൽ പൂർണ്ണമായും വീണുപോയി എന്നത് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് 10 ലക്ഷം ചോദിച്ചതിൽ 9 ലക്ഷവും കൊടുത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു വാക്ചാതുരി ഉള്ള ആൾ തന്നെയാണ് ഈ പ്രതിയായ ജോസഫ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇയാൾക്കെതിരെ ഇന്ന് വാർത്ത വന്നതോടെ ഒരുപക്ഷെ കൂടുതൽ പരാതികളൊക്കെ ഉയർന്നു വരാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. നിലവിൽ തലയോലപ്പറമ്പ് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. സമാനമായ രീതിയിൽ കുറവിലങ്ങാടും പാലയിലുമൊക്കെ കേസുകൾ ഉയർന്നു വന്നേക്കും. മറ്റ് സ്റ്റേഷനുകളിലും ഉയർന്നു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പോലീസ് പറയുന്നത് എന്താണ്? അങ്ങനെ കൂടുതൽ പരാതിക്കാരുണ്ടാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണോ? അതോടൊപ്പം തന്നെ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ടോ? ഈ 9 ലക്ഷം അല്ലാതെ മറ്റു തരത്തിലുള്ള പണമൊക്കെ ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത്? തീർച്ചയായും ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ, ഇയാളുടെ വീട്ടിലടക്കം പരിശോധന നടത്തി പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഇയാൾക്ക് ഇത് വ്യാപകമായി ഇങ്ങനൊരു തട്ടിപ്പിന് വേണ്ടി ഇയാൾ ഇത്തരം നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതിന്റെ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ തെളിവാണ് ഈ കുറവിലങ്ങാടും പാലയിലുമൊക്കെ ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു, ഉയർന്നു വന്നിരുന്നു എന്ന വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ കൂടുതൽ പരാതികളിലേക്ക് കാര്യങ്ങൾ എത്തും മുൻപ് തന്നെ ഇനിയിപ്പോൾ വിശദമായ അന്വേഷണം നടത്തി വേണം ഇയാൾ എത്ര കാലമായാണ് ഇങ്ങനെ തട്ടിപ്പിന് ശ്രമം നടത്തുന്നത്, മറ്റെന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരമൊക്കെ പുറത്തു വരാൻ. എന്തായാലും അഥവാ ഇയാളിലൂടെ തന്നെ ഏതെങ്കിലും കൃത്യമായ എവിടെയെങ്കിലും നിയമനം തന്നെ നടന്നിട്ടുണ്ടോ, ഇത്തരം വിവരങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. അത്തരം വിവരങ്ങൾ വിശദമായ പരിശോധന നടത്തി ആരെങ്കിലും പരാതിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിയുള്ള പരിശോധനയിലൂടെ, വിശദമായ പരിശോധനയിലൂടെ മാത്രമേ ഇക്കാര്യത്തിലൊരു അന്തിമമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ. എന്തായാലും പോലീസ് ഇയാളിൽ നിന്ന് പണം കണ്ടെത്താനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിലും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തോടെ ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത, പ്രാഥമികമായ വ്യക്തതയെങ്കിലും കൈവരും. ശരി, ജോസ് കെ മാണിയുടെ പേരിലാണ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പ്രതിയെ പോലീസ് പിടികൂടി. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും ശ്രീജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.